വേണ്ടിട്ടാണ് ഇൻട്രോ മാത്രം എടുക്കണുള്ളൂ. ഇതേ അവളിരുന്ന് തിന്നുന്നുണ്ട് ഇതേ വണ്ടി പിന്നെ ഉണ്ട്. തുടങ്ങട്ടെ. പ്ലമ്മിന്റെ ഒരു സ്ക്രബ് എല്ലാം ഉണ്ട് പറയാം. ഹേ എവ്രിവൺ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നതിൻ്റെ പൗച്ച്. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ പൗച്ച് വൈദവേ നല്ല ക്യൂട്ടായിട്ടുള്ള ഇത് ഞാൻ സുഡിയോന്ന് പർച്ചേസ് ചെയ്ത ഒരു പൗച്ചാണ്. നല്ല അഫോർഡബിൾ ആണ്, പക്ഷെ അടിപൊളി പൗച്ചാണ്. അപ്പൊ നമ്മൾ സ്കിൻ കെയറിൽ CTSMS ആണ് ഫോളോ ചെയ്യേണ്ടത്. CTSMS എന്താണെന്ന് വെച്ചാൽ ക്ലെൻസർ, ടോണർ, സിറം, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യണ കുറച്ച് അടിപൊളി പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ സ്കിന്നിന് വർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യണതാണ്. പക്ഷെ നിങ്ങൾ അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. ബിക്കോസ് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കിന്നാണല്ലോ അല്ലേ. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചിരിയൊക്കെ വരും, അത് എല്ലാവരും ഇഗ്നോർ ചെയ്യുക. ഇത് പ്ലമ്മിന്റെ ഒരു ഫേസ് വാഷ് ആണ്. ഇത് തീർന്ന് ഒന്നുമില്ല ആക്ച്വലി ഇതില്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഒന്നുമില്ല. ഇത് അടിപൊളി ഫേസ് വാഷ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് പറ്റും. നല്ലോണം ഓയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇത്. പിന്നെ അടുത്തത് വരുന്നത് സെറം. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതില് നയസിനമൈഡ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലോണം നമ്മുടെ സ്കിന്നിനൊരു ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു സെറമാണ്. ഇത് ഓർഡറിലൊന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഇതും പ്ലമ്മിന്റെ തന്നെ ഒരു അടിപൊളി ടോണറാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലോണം സ്യൂട്ട് ആവും. ബ്രേക്ക് ഔട്ട്സ് ഒന്നും എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. എന്നാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സൗണ്ട് കേൾക്കാം. അതെന്റെ ബ്രദറിന്റെ ആണ്. എത്ര പറഞ്ഞാലും കേൾക്കൂല, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ ഇഗ്നോർ ചെയ്തേക്ക്. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു. ഇത് പ്ലമ്മിന്റെ തന്നെ ഒരു സ്ക്രബാണ്. നല്ല സ്ക്രബാണ്. പക്ഷെ ഇത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിന്ന് ഡാമേജ് ചെയ്യും. ഇത് വീക്ക്ലി ട്വൈസ് മാത്രം യൂസ് ചെയ്യണതാണ് നല്ലത്. സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യണതൊക്കെ നല്ലതാണ്. പക്ഷെ കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തും മോശമാണല്ലോ. അപ്പം ഇത് നോക്കിയും കണ്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ആക്നെ പ്രോൺ സ്കിന്നുള്ള ആൾക്കാർ ഒന്ന് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക. കാരണം പണി കിട്ടിയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ബ്രേക്ക് ഔട്ട്സ് നല്ലോണം വന്നിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ആൾക്ക് പണി കിട്ടിയത് കൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഇതിന് മുന്നേ ഒന്ന് പറഞ്ഞു തന്നത്. അപ്പൊ നോക്കി കണ്ടൊക്കെ ഇത് യൂസ് ചെയ്യുക. വീക്ക്ലി ട്വൈസ് ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു സൺസ്ക്രീൻ. ഇതൊരു അടിപൊളി സൺസ്ക്രീൻ. നോക്കിയിട്ട് കാണുന്നില്ല സൺസ്ക്രീൻ. ഇത് ഞാൻ ഓർഡറിലല്ല കേട്ടോ പറയണം, ഒന്നുകൂടെ പറയാണ്. ഇത് റീക്വിലിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. നല്ല മാറ്റ് ഫോർമുലാണ്. ഓയിൽ കൺട്രോൾ ചെയ്യും. പിന്നെ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല അടിപൊളി സൺസ്ക്രീനാണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്, സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്. അടിപൊളി സൺസ്ക്രീൻ ആണ്. പിന്നെ ലാസ്റ്റ് വന്നത് ഇത് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ 2-3 MT ആയിട്ടുള്ള ടബ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ഞാൻ ഇത് പിന്നെയും ബുക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം ഇത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. കാണിച്ചു തരാം. തുറക്കാൻ പറ്റുന്നില്ല. തീർന്ന് ഓൾമോസ്റ്റ് അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. തീർന്ന്. നല്ല ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ്. അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. നല്ല മോയ്സ്ചറൈസറാണ്. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. എന്നാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാം. പ്രൊഡക്റ്റിനെ പറ്റി ഭയങ്കര ഞാനുള്ള ആളൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് വർക്കാവുന്ന കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നുള്ളൂ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യണം എന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വേണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.